തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും തിരിമറിയും വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണ്ണം പൂശിയതിലെ ക്രമക്കേടുകളും സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ള ഉന്നതരെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെയുള്ള പുതിയ തെളിവുകൾ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കുകയാണ്. എന്നിരുന്നാലും ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടിയ വൻ തോക്കുകളായ സൂത്രധാരന്മാരിൽ അന്വേഷണം എത്തുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെയുള്ള തെളിവുകളാണ് നിലവിൽ SITക്ക് ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനം. രണ്ട് പ്രധാന കേസുകളിലാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത്. സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മിനിറ്റ്സിലെ തിരുത്തലാണ് പത്മകുമാറിന്റെ നേരിട്ടുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന ഏറ്റവും ശക്തമായ തെളിവ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സ് പ്രകാരം തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് വെച്ച് മാത്രമേ കട്ടിളപ്പാളിൽ സ്വർണം പൂശാവൂ എന്നായിരുന്നു വ്യവസ്ഥ. ഇത് ക്ഷേത്രത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു നടപടിയായിരുന്നു. എന്നാൽ ഈ മിനിറ്റ്സിൽ പച്ചമഷി ഉപയോഗിച്ച് സ്വയം കൈപ്പടയിൽ സ്വർണം കൊണ്ടുപോയി പൂശുന്നതിനെന്ന് എഴുതി ചേർത്ത ശേഷം അദ്ദേഹം ഒപ്പിടുകയായിരുന്നു.